പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത്. ആമുഖം, പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനുമുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒറിജിൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിരിക്കുക, കാണാൻ ശ്രമിക്കുക. ആമുഖം, പ്രിയാമ്പിൾ, അതായത് ഈ ആമുഖം എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ആമുഖം എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് വായിച്ചാൽ നമുക്കറിയാൻ പറ്റും ആ പുസ്തകത്തിൽ ഏകദേശം എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഏകദേശ സ്വഭാവം നമുക്ക് ആ ഒരു ആമുഖത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. അതേ സെയിം ഐഡിയ തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്, ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട്. ആ ആമുഖം വായിച്ചാൽ അറിയാൻ പറ്റും ഏകദേശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു എസെൻസ്, ഒരു ഓവറാൾ അല്ലെങ്കിൽ ബ്രീഫ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതാണ് ആമുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ആമുഖത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവുകയാണ്. എക്സാം വൈസിലൂടെയും പറയുന്നുണ്ട്, അല്ലാതെ ഒരു ഇൻട്രസ്റ്റിംഗ് രീതിയിലും പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഭരണഘടനയ്ക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ആമുഖമുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് എക്സാം വൈസിൽ പറയുമ്പോഴത്തേക്കും ആമുഖം എങ്ങനെ ഉണ്ടായി, ഇതിൽ നിന്നുണ്ടായി, ആരാണ് ആമുഖത്തിൻ്റെ ശില്പി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ആമുഖത്തിൽ വരുന്ന കുറച്ച് ടേമുകളുടെ വിശദീകരണം, അത്രയൊക്കെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആമുഖത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് നെഹ്റുവാണ്, ജവഹർലാൽ നെഹ്റു ആണ് ആമുഖത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി, 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു ഒരു ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ സമർപ്പിക്കുകയുണ്ടായി, മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം റെഡിയായി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രമേയത്തിൻ്റെ മോഡിഫൈഡ് വെർഷനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിനെ ആമുഖത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻസിനെ റെഫർ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. അതായത് പല പല രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ആമുഖം എന്നൊരാശയം നമ്മൾ കടമെടുത്തിരിക്കുന്ന USA നിന്നാണ്, അമേരിക്ക. ഈ കടമെടുത്ത ആശയങ്ങൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്ത ആശയങ്ങൾ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു വീഡിയോ നമുക്ക് ഇനി പറയാനുണ്ട്. അതിന് മുന്നോടി എന്നൊരു കാര്യം പറഞ്ഞാണ്, അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം കടമെടുത്തിരിക്കുന്നത് USA നിന്നാണ്. ഇനി മുന്നോട്ട് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and secure to all its citizens justice, social, economic and political liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഇതാണ് നമ്മുടെ ആമുഖം. ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു പുകയാണ്. പുകയെന്ന് പറഞ്ഞാൽ നമ്മളൊരു പുസ്തകത്തിൻ്റെ ആമുഖം വായിക്കുമ്പോഴും നമുക്ക് പുകയാണ്. കാരണം ഒരു ആമുഖം വായിച്ചെന്ന് വെച്ചിട്ട് ആ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആക്ച്വലി എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പിടികിട്ടത്തില്ല. അതിനാ പുസ്തകം മുഴുവൻ വായിക്കണം. നമുക്കൊരു പുകയെ മനസ്സിലാകത്തുള്ളൂ, ഒരു എസെൻസ്, ഒരു ബ്രീഫ്, അത് മാത്രമേ നമുക്ക് ഇതിനകത്ത് നിന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റൂ. എന്നിരുന്നാലും നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് മനസ്സിലാക്കാം. ഇതിൻ്റെ മലയാളം വെർഷൻ നമുക്കൊന്ന് കേട്ടു നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവും. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്ന് ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ
ഭരണഘടനാസഭയിൽ വെച്ച് ഇന്ന് 1949 നവംബർ 26 ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീനിങ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൻ്റെ മലയാളം വെർഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇനി കടക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കമ്പോണൻസ് ഓഫ് പ്രിയാമ്പിൾ എന്തൊക്കെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ട് വായിച്ചല്ലോ. ഇംഗ്ലീഷിലും വായിച്ചു, മലയാളത്തിലും വായിച്ചു. ആക്ച്വലി അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്? സിമ്പിളായിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഒരു തീയതി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച തീയതി. അതെന്തായാലും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി വേറെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അധികാരത്തിൻ്റെ സ്രോതസ് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്, നമ്മുടെ ഇന്ത്യയുടെ നേച്ചർ, സ്വഭാവം, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഭരണഘടനയുടെ അധികാരത്തിൻ്റെ സ്രോതസ് എവിടെ നിന്ന് വരുന്നു, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം എന്താണ്, പിന്നെ ലക്ഷ്യങ്ങൾ എന്താണ്, പിന്നെ നമ്മുടെ ഭരണഘടന അംഗീകരിച്ച തീയതി എന്താണ്, ഇത്രയും കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ബാക്കിലോട്ട് അടിച്ചിട്ട് നോക്കിയാൽ മതി. ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന വേർഡ്സിൻ്റെ, നോക്കിയാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഇനി സോഴ്സ് ഓഫ് അതോറിറ്റി, ഭരണഘടനയുടെ അധികാരത്തിൻ്റെ സ്രോതസ് ആരിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്, എവിടെ നിന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ജനങ്ങളിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ഏതാ? നമ്മുടെ ഭരണഘടനയുടെ അധികാരത്തിൻ്റെ സ്രോതസ് ആരിലാണ്? ജനങ്ങളിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നേച്ചർ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം. ഇപ്പോൾ ഒരാൾ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെൻറ്റൻസ് അങ്ങോട്ട് പറയാം. എന്താ? ഇറ്റ് ഡിക്ലെയർസ് ഇന്ത്യ ടു ബി എ സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ പോളിറ്റി. അതായത് നമ്മുടെ രാഷ്ട്രത്തെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ടാണ് സ്വഭാവം പറയുന്നത് അതിനകത്ത്. പിന്നെ ലക്ഷ്യങ്ങൾ, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് പറയുന്നത്? ലക്ഷ്യങ്ങൾ പറയുന്നത് നീതി, ജസ്റ്റിസ്, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ജസ്റ്റിസ്, സ്വാതന്ത്ര്യം, ലിബർട്ടി, ചിന്തയ്ക്കുള്ള സ്വാതന്ത്ര്യം, ആശയാവിഷ്കാരത്തിലുള്ള സ്വാതന്ത്ര്യം, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, ഭക്തിക്കുള്ള സ്വാതന്ത്ര്യം, ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം. 3 സമത്വം, ഇക്വാലിറ്റി, സ്ഥാനമാനങ്ങൾക്കുള്ള സമത്വം, അവസര സമത്വം, പിന്നെ ഫ്രറ്റേണിറ്റി, സാഹോദര്യം. ഇതൊക്കെയാണ് ലക്ഷ്യങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് വിശദീകരിക്കാനുണ്ട്. അതായത് ഈ സെക്യുലർ, സോഷ്യലിസ്റ്റ്, സോവറൈൻ, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് ടേമുകൾ, നമുക്ക് മനസ്സിലാവാൻ പാടുള്ള ടേമുകൾ, ഇതൊന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ ഈ പോർഷൻ ചെയ്യാൻ കഴിയും. ഓക്കെ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിനകത്ത് ഭരണഘടനയുടെ അധികാരത്തിൻ്റെ സ്രോതസ് ജനങ്ങളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് രാഷ്ട്രത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് രാഷ്ട്രം എന്ന് പറയുന്നത് സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ എന്താണ് സോവറൈൻ, എന്താണ് സെക്കുലർ, എന്താണ് സോഷ്യലിസ്റ്റ്, എന്താണ് ഈ റിപ്പബ്ലിക്ക്, എന്താണ് ഡെമോക്രാറ്റിക്, ഈ കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ള കാര്യത്തിലൊരു ഐഡിയ വരും. ആദ്യത്തെ ടേം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവമായിട്ട് സോവറൈൻ എന്ന് പറഞ്ഞൊരു വാക്ക് വരുന്നുണ്ട്. പരമാധികാരം അല്ലെങ്കിൽ സോവറൈൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ്. നമ്മൾ ആരെയും ചൊൽപ്പടിക്ക് നിൽക്കുമല്ല, നമ്മൾ ആരെ പുറത്തും ചാടി കയറുന്നതുമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? വേറൊരു ശക്തി നമ്മുടെ മേലിൽ അടിച്ചമർത്താനായിട്ടില്ല. അതാണ് പരമാധികാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വേറൊരു ടെറിട്ടറി നമുക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാം, വേണമെങ്കിൽ നമ്മുടെ ടെറിട്ടറി വിട്ടുകൊടുക്കാം. ഇതൊക്കെയാണ് പരമാധികാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തിൽ സോവറിൻ എന്ന പദം വന്നാൽ നമ്മളിത് മനസ്സിലാക്കിക്കോണം. ഇത്രയും ഈ ഒരു കാര്യം നമ്മുടെ നേഷനുണ്ട്, ആ ഒരു സ്വഭാവം നമ്മുടെ നേഷനുണ്ടെന്നുള്ളത്. അടുത്ത ടൈം എന്ന് പറയുന്നത് സോഷ്യലിസമാണ്. സോഷ്യലിസം എന്ന് പറയുമ്പോഴത്തേക്കും സ്ഥിതിസമത്വം, അതായത് ഈ രാഷ്ട്രീയ സാമൂഹിക സമത്വം, അതായത് ഈ സമ്പത്ത്, അവസരങ്ങൾ, റിസോഴ്സസ്, ഇതൊക്കെ സമൂഹത്തിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ സാമ്പത്തിക അസമത്വങ്ങളൊക്കെ ഇല്ലാതാക്കുക, സ്ഥിതിസമത്വം. അതാണ് സോഷ്യലിസം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സോഷ്യലിസം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. അതായത് പ്രൈവറ്റ് സെക്ടറും ഗവൺമെൻറ് സെക്ടറും തോളോട് തോൾ ചേർന്ന് പോകുന്നൊരു സോഷ്യലിസമാണ് നമുക്കുള്ള, ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് ഇന്ത്യക്കുള്ളത്. അടുത്തത് സെക്കുലർ, മതേതരത്വം എന്ന് പറയും. അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവമാണ്. മതേതരത്വം നമ്മൾ ആ വാക്ക് കേട്ടിട്ടുണ്ട്. അതായത് ഒരു മതത്തോടും അവഗണനയില്ല, ഒരു മതത്തിനും പ്രത്യേക പരിഗണനയില്ല, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരവസ്ഥ. അതാണ് മതേതരത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടൈം വരുന്നത്
ഡെമോക്രാറ്റിക് എന്നാണ്, ജനാധിപത്യം. അതായത് ജനങ്ങൾക്കാണ് ആധിപത്യം, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ് ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന പോലെ. അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ഗവൺമെൻറ് ഉണ്ടാക്കുന്നു. അതാണ് ഡെമോക്രാറ്റിക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടേം റിപ്പബ്ലിക്കാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവമായിട്ട് റിപ്പബ്ലിക് എന്ന് പറയുന്നുണ്ട്. റിപ്പബ്ലിക് നമ്മൾ കേട്ടിട്ടുണ്ട് പദം, റിപ്പബ്ലിക് ഡേ എന്ന് കേട്ടിട്ടുണ്ട്. അതായത് റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ജനങ്ങൾ തിരഞ്ഞെടുക്കും. അല്ല, അങ്ങനെയുള്ളൊരു സ്റ്റേറ്റാണ് നമ്മുടെ രാഷ്ട്രം. അങ്ങനെയാണ്. അല്ലാതെ നമ്മുടെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് രാജാവോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആ സ്ഥാനം കിട്ടിയ ആളോ അല്ല. ജനങ്ങൾ നേരിട്ടോ അല്ലാതെ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ്. നമ്മളിവിടെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രത്തലവനെ. അപ്പോൾ അതാണ് റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ആമുഖത്തിലുള്ള ഓരോ ടേംസുകളും ഇങ്ങനെ പറഞ്ഞു വരുവാണ്. സോഷ്യലിസ്റ്റ് പറഞ്ഞ്, സോവറൈൻ പറഞ്ഞ്, സെക്കുലാർ പറഞ്ഞ്, ഡെമോക്രാറ്റിക് പറഞ്ഞ്, റിപ്പബ്ലിക് പറഞ്ഞ്, ഇനി കുറച്ച് ടേമുകളുള്ള ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, അതൊക്കെയാണ്. ഇനി നമുക്കത് പറയാം. അടുത്തത് നീതി, ജസ്റ്റിസ്. അതായത് സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. സാമൂഹിക നീതി എന്ന് പറയുമ്പോഴത്തേക്കും ഈ വർഗ വിവേചനമൊക്കെ ഇല്ലാതാക്കുക. പിന്നെ സാമ്പത്തിക നീതി എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്രോതസ്, പിന്നെ അവസരങ്ങൾ, ഇതൊക്കെ തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സാമ്പത്തിക അസമത്വങ്ങളൊക്കെ ഇല്ലാതാക്കുക. പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും തുല്യ രാഷ്ട്രീയ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഉറപ്പുവരുത്തുന്ന, അതാണ് നമ്മുടെ ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ലിബർട്ടിയാണ്, സ്വാതന്ത്ര്യം. അതായത് ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാൻ, വർഷിപ്പ്, ഫെയ്ത്ത്, ബിലീഫ്, എക്സ്പ്രഷൻ, പ്രകടിപ്പിക്കാൻ, ആരാധിക്കാൻ ഒക്കെയുള്ള സ്വാതന്ത്ര്യം. ഭരണഘടനയുടെ ലിമിറ്റിൽ നിന്നുകൊണ്ട്, അല്ല എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അതാണ് ലിബർട്ടി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഈക്വാലിറ്റി, സമത്വം. അതായത് എല്ലാവരെയും സമന്മാരായി കാണുക, ചിലരെ മാത്രം ഇങ്ങനെ പൊക്കി വയ്ക്കാതിരിക്കുക, ചിലർക്ക് മാത്രം ചില അധികാരങ്ങൾ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും സമന്മാരായി കാണുക. അതാണ് ഈക്വാലിറ്റി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സാഹോദര്യം, ഫ്രാറ്റേണിറ്റി. അതായത് ബ്രദർഹുഡ്, എല്ലാവരും ഒരേപോലെ സഹോദരന്മാരെ പോലെ. ആ ഒരു ഐഡിയ ഉപയോഗിച്ച് രാജ്യത്തിന് ഐക്യവും അഖണ്ഡതയും ഉണ്ടാക്കുക. അതാണ് ഫ്രാറ്റേണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു സാഹോദര്യം. സാഹോദര്യം എന്നൊരു ഐഡിയ വരുമ്പോൾ തന്നെ അവിടെ ഐക്യവും അഖണ്ഡതയും ഉണ്ടായിക്കോളും. അതാണ് ആ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ആമുഖത്തെക്കുറിച്ചുള്ളൊരു വിശദീകരണം എന്ന രീതിയിൽ. അപ്പോൾ ഇത്രയും കേട്ടിട്ട് നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് പോവുക. ഞാൻ ഈ ആമുഖത്തിൻ്റെ ഒരു മലയാളം വർഷം പറഞ്ഞില്ലേ, മലയാളം വർഷനോ ഇംഗ്ലീഷ് വർഷനോ, അതൊന്നുകൂടെ കേട്ടു നോക്കുക. അപ്പോൾ ഇത്രയും വീഡിയോ കേട്ട ശേഷം അതൊന്ന് പുറകോട്ട് പോയിട്ടൊന്ന് കേട്ടു നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടെ കാര്യങ്ങൾ കത്തും. ഇനി പറയാനുള്ള കുറച്ച് എക്സാമൈസ് ഉള്ളൊരു പോയിൻ്റാണ്. അതായത് ആമുഖം ഒരൊറ്റ തവണയാണ് അമെൻഡ് ചെയ്തിട്ടുള്ളത്. 1976 42-ാം ഭേദഗതിയിലാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത്. അതിനകത്ത് 3 വാക്കുകൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി: സോഷ്യലിസ്റ്റ്, സെക്കുലാർ, പിന്നെ ഇൻറ്റഗ്രിറ്റി. ഇപ്പം നിങ്ങൾ കാണുന്ന ആമുഖത്തിലുള്ള ആ 3 വാക്കുകളും 42-ാമത്തെ ഭേദഗതിയിലാണ് കൂട്ടിച്ചേർത്തത്. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്, അതൊന്ന് പറഞ്ഞു പോകാം. അതുകൂടെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ അങ്ങ് പക്കയാവും. ഓക്കെ, ഈ പ്രിയാമ്പിൾ ആമുഖത്തിൻ്റെ പോർഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ആമുഖത്തിനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചതാരാണ്? BR അംബേദ്കറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി 26. പിന്നെ അടുത്തത് അമെൻമെൻറ്റ്, ഭരണഘടന അമെൻമെൻറ്റ് ചെയ്ത വർഷം 1976, 42-ാമത്തെ ഭേദഗതിയായിരുന്നു അത്. സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പിന്നെ രാജ്യത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗം മാറ്റിയിട്ട് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഭേദഗതി ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. പക്ഷേ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ച ആരാണ്? HB കമ്മത്താണ്. ഇനി പ്രിയാമ്പിളിനെ കുറേ ആൾക്കാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡെന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ.
ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച് താക്കൂർദാസ് ഭാർഗവ്. പ്രിയാമ്പിള് ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല, ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ്? ബെരുബാറി കേസ്. അത് ചുമ്മാ ഓർത്ത് വെച്ചിരിക്കുക. ആ ഒരു കേസിലാണ് ആമുഖം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത്. ഇനി ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ്, 1973. ബെരുബാറി കേസ് നടക്കുന്ന 1960-ലാണ്. 1973 ഉണ്ടായ കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ജസ്റ്റിസിൻ്റെ ആദർശങ്ങൾ എവിടെ നിന്നാണ് ഇൻസ്പയർ ആയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യൻ റവല്യൂഷനാണ്, റഷ്യൻ വിപ്ലവം. അടുത്തത് പ്രിയാമ്പിളിലുള്ള 3 ടൈപ്സ് ഓഫ് ജസ്റ്റിസ് ഏതൊക്കെയാണ്? സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ. പിന്നെ 3 വേർഡ്സ്, ഈ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി മെൻഷൻഡ് ഇൻ ഓർ പ്രിയാമ്പിൾ, അതെവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന്, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്. പ്രിയാമ്പിളിലെ ഫ്രാറ്റേണിറ്റി എന്താണ് അഷ്യൂർ ചെയ്യുന്നത്? ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ എന്നാണ്. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. താങ്ക് യു.